അസ്സലാമു അലൈക്കും. ഹംനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രഷർ കുക്കറിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണിത്. സാമ്പാർ പൊടിയൊന്നും ചേർക്കാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കഷ്ണങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യൊന്നും വേണ്ട. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഹംനൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ വെജിറ്റബിൾ ആണോ സാമ്പാറിന് ചേർക്കാൻ ഇഷ്ടം അതൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സാമ്പാറിലേക്ക് പുളി ചേർക്കുന്നില്ല, പകരം ഇതുപോലെ ഒരു പകുതി തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അമരപ്പയർ, വെണ്ടയ്ക്ക, ചേന, തടിയങ്ക, പൊട്ടറ്റോ, ബ്രിഞ്ചാൾ, ഒരു പകുതി കഷ്ണം ബീട്രൂട്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെല്ലാം വെജിറ്റബിൾ ഉണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ഒരു പിടി ചെറിയ ഉള്ളി എടുത്താലും മതി. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ക്യൂബ്സ് ആക്കി ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കഷ്ണങ്ങളെല്ലാം ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സാമ്പാർ പരിപ്പ് ഒരു പിടിയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണിൻ്റെ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ നികന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് പ്രഷർ കുക്കർ അടച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേൾക്കുന്ന രീതിയിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കത് വേവുന്ന സമയത്ത് ഇതിനകത്തേക്ക് താളിക്കാനായിട്ട് 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കായപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ ബൗളിൽ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് കൊണ്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ മൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. 3 വിസിൽ കേട്ടതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം കുക്കർ തുറന്നെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്കൊരു 1/2 ടീസ്പൂണിൻ്റെ അളവിൽ കടുകിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരുമിച്ച് എടുത്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പൊടികൾ കരിഞ്ഞു പോകത്തില്ല. അല്ലാതെ സെപ്പറേറ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊടിയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്കൊരു 1 കപ്പിൻ്റെ അളവിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് സാമ്പാറിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു മിനിറ്റ് നല്ലതുപോലെ ഒന്നങ്ങ് തിളച്ച് വന്നാൽ മതി സാമ്പാർ. അപ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി തന്നെയാണിത്. എല്ലാവർക്കും ഇഷ്ടമാവും. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഹംനൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്